പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രമിജ സുരേഷ്. ഇന്ന് നമ്മൾ കേറ്ററ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറയുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയിലെ അടിസ്ഥാന തലങ്ങളിൽ പെടാത്തത് ഏത്? ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയിലെ അടിസ്ഥാന തലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എ പ്രവർത്തനങ്ങൾ, ബി ഉള്ളടക്കങ്ങൾ, സി ഉൽപ്പന്നങ്ങൾ, ഡി മാതൃകകൾ. സാധാരണ കുട്ടികൾ, അതായത് ഈ എക്സാമിന് പോകുന്ന സമയത്ത് ഈ ഗിൽഫോർഡിന്റെ JP ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃക ഇത് എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് പോകും. എങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വിശദീകരിച്ച് സാധാരണ പഠിക്കില്ല. അവർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസ് ഇത് കുറച്ച് ടഫായിട്ട് തോന്നുന്നു എന്ന് പറയും. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത്. മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയിലെ അടിസ്ഥാന തലങ്ങളിൽ പെടാത്ത. അപ്പൊ നമുക്കറിയാം 1961 JP ഗിൽഫോർഡ് വികസിപ്പിച്ചെടുത്തതാണ് ബുദ്ധി മാതൃക, ഇല്ലേ? അല്ലെ, നമ്മൾ ത്രിമുഖ സിദ്ധാന്തം എന്നൊക്കെ പറയാറില്ലേ? ബുദ്ധി മാതൃക എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? SOI മോഡൽ, അല്ലെ? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, അതാണ് SOI മോഡൽ. ബുദ്ധി മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? JP ഗിൽഫോർഡ് ആണ്. JP ഗിൽഫോർഡ് ആണ്. എന്തിലൂടെയാണ്? ഘടകാപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതത്തിലൂടെ. എന്താണ് ഘടകാപഗ്രഥനം? അല്ലെ, ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ്, ഘടകാപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതത്തിലൂടെ JP ഗിൽഫോർഡ് ആവിഷ്കരിച്ചതാണ് ബുദ്ധി മാതൃക, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. അതിലെ ചോദ്യമാണിത്, അല്ലെ? നോക്കിക്കേ, ഓപ്ഷൻസ്: എ പ്രവർത്തനങ്ങൾ, ബി ഉള്ളടക്കങ്ങൾ, സി ഉൽപ്പന്നങ്ങൾ, ഡി മാതൃകകൾ. അപ്പൊ ഇതിൽ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് അതിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കി. ഈ ഘടകാപഗ്രഥനം എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതത്തിലൂടെ അദ്ദേഹം ബുദ്ധി മാതൃക വികസിപ്പിച്ചു എന്ന് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതൊരു വ്യവഹാരത്തിനും അല്ലെങ്കിൽ ഒരു ബുദ്ധിക്ക് 3 തലങ്ങളുണ്ട്, ഇല്ലേ? 3 തലങ്ങളാണുള്ളത്. അതിലൊന്ന് പ്രവർത്തനമാണ്. അടുത്തത് ഏതാണ്? ബി ഉള്ളടക്കമുണ്ട് അതില്. പിന്നെന്താണ്? സി ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് 3ഉം ഏതിൽ വരുന്നതാണ്? അദ്ദേഹത്തിന്റെ JP ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയിൽ വരുന്നതാണ് ആ 3 തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ഇതിനനുസരിച്ച് ഇതിനകത്ത് ഉൾപ്പെടാത്ത ഉത്തരം എന്ന് പറയുന്നത്, ഇല്ലേ? മാതൃകകളല്ല, മോഡൽസ് അല്ല. അപ്പോ എന്താ? പ്രവർത്തനം, ഉള്ളടക്കം, ഉൽപ്പന്നം, ഇത് 3ഉം JP ഗിൽഫോർഡിന്റെ സിദ്ധാന്തത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഈ ഒരു വ്യക്തിയുടെ മെന്റൽ പ്രോസസ്സിനെ കുറിച്ചാണ്, ആ മാനസിക പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? മെന്റൽ പ്രോസസ്, അല്ലെ? മാനസിക പ്രക്രിയകളാണ് പ്രവർത്തനത്തിൽ വരുന്നത്. പ്രവർത്തനത്തിനകത്ത് വരുന്നത് മാനസിക പ്രക്രിയകളാണ്, അല്ലെ? എന്തൊക്കെയാണ് അതിനകത്ത്? അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെയും ഉള്ളടക്കത്തെയും ഉൽപ്പന്നത്തെയും എല്ലാം അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് മൂല്യനിർണയം. മൂല്യനിർണയം. അടുത്തത് എന്താണ്? സംപ്രജന ചിന്തനം. സംപ്രജന ചിന്ത എന്ന് പറയുമ്പോ കൺവർജന്റ് തിങ്കിങ്. അടുത്തത് വിഭ്രജന ചിന്ത. പിന്നെ ഓർമ്മ, അല്ലെ? മൂല്യനിർണയം, സംപ്രജന ചിന്ത, വിഭ്രജന ചിന്ത, ഓർമ്മ. ഈ ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തൊക്കെ വരാം? അതായത് അസോസിയേറ്റീവ് മെമ്മറി വരാം, പിന്നെ അതേപോലെ തന്നെ റിറ്റന്റീവ് മെമ്മറി വരാം, ഇല്ലേ? പിന്നെ പ്രവർത്തനത്തിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? മൂല്യനിർണയം, സംപ്രജന ചിന്ത, വിഭ്രജന ചിന്ത, നിലനിർത്തൽ സ്മൃതി, അനുബന്ധ സ്മൃതി. അനുബന്ധ സ്മൃതി. അടുത്തത് വൈജ്ഞാനികം. വൈജ്ഞാനികം, കോഗ്നിഷൻ എന്ന് പറയും ഇംഗ്ലീഷ്, അല്ലെ? അപ്പൊ മൂല്യനിർണയം, ഇവാലുവേഷൻ, സംപ്രജന ചിന്ത എന്ന് പറയുമ്പോൾ കൺവർജന്റ് തിങ്കിങ്, നിലനിർത്തൽ വിഭ്രജന ചിന്ത എന്ന് പറയുമ്പോൾ ഡൈവർജന്റ് തിങ്കിങ്, നിലനിർത്തൽ സ്മൃതി എന്ന് പറയുമ്പോൾ റിറ്റന്റീവ് മെമ്മറി, അനുബന്ധ സ്മൃതി എന്ന് പറയുമ്പോഴത്തേക്കിനും അസോസിയേറ്റീവ് മെമ്മറി, ദെൻ
വൈജ്ഞാനികം, കൊഗ്നിഷൻ. ഈ 6 കാര്യങ്ങളാണ് അദ്ദേഹം ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങൾ എന്നുള്ള ആ ഒരു തലത്തിൽ പറഞ്ഞിരിക്കുന്നത്. 6 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇതിൽ നിന്നും പിന്നെയും ചോദ്യങ്ങൾ നമുക്ക് പലതവണ വന്നിട്ടുള്ളതാണ്. മൂല്യനിർണയം, സംരചന ചിന്തനം, വിഭജന ചിന്തനം, നിലനിർത്തൽ സ്മൃതി, അനുബന്ധ സ്മൃതി, വൈജ്ഞാനികം. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്നുള്ള തലത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ മൂല്യനിർണയം എന്നുള്ളത്, ഇവാലുവേഷൻ, അതറിയാലോ, ഇവാലുവേറ്റ് ചെയ്യും. സംരചന ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ ഇന്റലക്ച്വൽ പ്രോസസ്സിനെ കുറിച്ചാണ് ഈ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ജനറൽ ഇന്റലക്ച്വൽ പ്രോസസ്, സാധാരണ നമ്മളുടെ ചിന്താ പ്രക്രിയകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സംരചന ചിന്തനം, കൺവർജന്റ് തിങ്കിങ്. അതായത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പൊ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ എങ്കിൽ അത് അതേ കാണുന്നുള്ളെങ്കിൽ അത് സംരചന ചിന്തനം. ഡൈവർജന്റ് തിങ്കിങ്, വിഭജന ചിന്തനം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നത്തിന് നിരവധി സൊല്യൂഷൻസ്, അതാണ് വിഭജന ചിന്തനം, ഇല്ലേ? പിന്നെ നിലനിർത്തൽ സ്മൃതി, നമ്മൾ എന്താണ് ഓർമ്മയിൽ നിലനിർത്തുന്നത്. പിന്നെ അതേപോലെ അനുബന്ധ സ്മൃതി, അത് എന്താണ് അസോസിയേറ്റ് ചെയ്ത് ഉള്ള മെമ്മറി. പിന്നെ വൈജ്ഞാനികം, കൊഗ്നിഷൻ. ഇത്രയും കൂടിയാണ് എന്ത് ഈ പ്രവർത്തനങ്ങൾ എന്നുള്ള തലത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് ഏതാണ്? ഉള്ളടക്കങ്ങൾ, ഇല്ലേ? ഉള്ളടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉള്ളടക്കത്തിനകത്ത്, ഉള്ളടക്കം എന്ന് പറയുമ്പോൾ കണ്ടൻസ്, അല്ലെ? കണ്ടൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഇത് ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് ഉള്ളടക്കത്തിനകത്ത് വരുന്നത്, അല്ലെ? രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. അതായത് വിഷ്വൽ, ഓഡിറ്ററി, പിന്നെ അതേപോലെ തന്നെ സെമാന്റിക് ആയിട്ടുള്ളത്, ബിഹേവിയർ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സിംബോളിക് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രതീകം എന്ന് പറയുമ്പോൾ സിംബോളിക്. അപ്പോ വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാന്റിക്, പിന്നെ ബിഹേവിയറൽ, അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. വിഷ്വൽ, ശ്രവ്യം, ഓഡിറ്ററി, പ്രതീകം, സിംബോളിക്, അർത്ഥം, സെമാന്റിക്, ദെൻ വ്യവഹാരം, ബിഹേവിയറൽ. ഇതാണ് ഏതിൽ വരേണ്ടത്? ഉള്ളടക്കങ്ങൾ എന്നുള്ള തലത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പോ നോക്കുക, ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു, പ്രവർത്തനത്തിനകത്ത് എന്തായിരുന്നു? ജനറൽ ഇന്റലക്ച്വൽ പ്രോസസ്. എന്താണ് നമ്മുടെ സാധാരണ ഭൗതിക പ്രവർത്തനം, നമ്മുടെ ചിന്ത, ഇതിനെ കുറിച്ചാണ് പറയുന്നത്, ചിന്താ പ്രക്രിയകളെ കുറിച്ച്. ഇനി ഈ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ചിന്തയിലേക്ക് നയിക്കുന്ന രീതികളെ കുറിച്ചാണ്. നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ മാനസിക പ്രക്രിയകൾ നടക്കണമെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിന്തയാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? അതായത് ഈ ഉള്ളടക്കത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ ആയിരിക്കും നമ്മൾ അവിടെയുള്ള എന്തെങ്കിലും പ്രക്രിയകൾ, മാനസിക പ്രക്രിയകൾ നമ്മളിൽ നടക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പൊ നോക്കുക, ഉള്ളടക്കത്തിനകത്ത് എന്തൊക്കെയാണ്, ഏത് രീതിയിൽ ചിന്തിക്കുന്നു, ചുരുക്കി പറഞ്ഞാൽ ഏത് രീതിയിലാണോ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു രൂപം, ഒരു വിഷ്വൽ, ഒരു രൂപം കാണുന്ന സമയം, ഒരു വിഷ്വൽ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അപ്പോ ആ വിഷ്വലിൽ നിന്ന് നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിക്കുക, എന്ത് മാനസിക പ്രക്രിയയാണോ വിഷ്വൽ കാണുമ്പോൾ നമ്മളിൽ നടക്കുന്നത്. അടുത്തത് ഒരു ശ്രവ്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിനെ ചിന്തിക്കുന്നത്, അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അടുത്തത് പ്രതീകം, സിംബോളിക്, ഇല്ലെ? സിംബൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്. ഇനി എന്താണ് അർത്ഥം? അതായത് എന്തെങ്കിലും ഒരു പദങ്ങളോ വാക്കുകളോ ഒക്കെ കാണുമ്പോൾ അതിനെ മനസ്സിലാക്കുന്ന ആ ധാരണ, അതിന്റെ മാനസിക പ്രവർത്തനം. പിന്നെന്താണ് വ്യവഹാരം, ഒരു ആക്ട്, ഒരാളിന്റെ ഒരു ബിഹേവിയർ കാണുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്, ഇല്ലേ? ഒരാളുടെ ആക്ടിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ അവിടെ നമ്മുടെ മാനസിക പ്രക്രിയ എങ്ങനെയാണോ നടക്കുന്നത്. അപ്പൊ ഇതിലൂടെ നടക്കുന്ന മാനസിക പ്രക്രിയകൾ അവിടെ വരുന്നത് പ്രവർത്തനത്തിൽ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇവിടെ ഉൽപ്പന്നങ്ങളാണ് മൂന്നാമത്തത്. ഉൽപ്പന്നങ്ങളാണ്, അല്ലെ? ഉൽപ്പന്നങ്ങൾ. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഉൽപ്പന്നം, പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇതിലൂടെ എന്താണ് മാനസിക പ്രക്രിയകൾ നടത്തുന്നു. ഈ അതായത് ഉള്ളടക്കം, കണ്ടൻസിലൂടെ എന്താണ് ഒരു മാനസിക പ്രക്രിയ ഉണ്ടാകുന്നു. അതിന്റെ ഫലമായി എന്തുണ്ടാകുന്നു? ഉൽപ്പന്നം ഉണ്ടാകുന്നു.
ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? യൂണിറ്റ്സ് ഇല്ലേ? ഏകകങ്ങൾ. അടുത്ത എന്തായി? ബന്ധങ്ങൾ. ഏകകങ്ങൾ, വിഭാഗങ്ങൾ, ക്ലാസസ്. പിന്നീട് റിലേഷൻസ്, ബന്ധങ്ങൾ. വ്യവസ്ഥകൾ സിസ്റ്റംസ്, വ്യവസ്ഥകൾ. പിന്നീട് ട്രാൻസ്ഫോർമേഷൻ, പരിണിത രൂപങ്ങൾ. എന്തൊക്കെയാണ് ഉൽപ്പന്നത്തിനകത്ത്? ഉൽപ്പന്നത്തിൽ വരുന്ന തലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഏകകങ്ങൾ എന്ന് പറയുമ്പോ യൂണിറ്റ്സ്, വിഭാഗങ്ങൾ, ക്ലാസസ്, ദെൻ ബന്ധങ്ങൾ, റിലേഷൻസ്, നെക്സ്റ്റ് വ്യവസ്ഥകൾ, സിസ്റ്റംസ്, പിന്നീട് പരിണിത രൂപങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ്, അടുത്തത് സൂചനകൾ. ഇത് ഇത്രയുമാണ് വരുന്നത് ഏതിനകത്ത്? ഉൽപ്പന്നങ്ങളിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഉള്ളടക്കങ്ങൾ, ഈ ഉള്ളടക്കം എന്നുള്ള ഇതിലൂടെ എന്തായി? നമ്മളിൽ ചില മാനസിക പ്രക്രിയകൾ, നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചില ചിന്താ പ്രക്രിയകൾ നടത്തുന്നു. അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏകകം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സാധനം കിട്ടി, അതാണ് ഏകകങ്ങൾ. അതിനെ ഒരു ക്ലാസ്സസ് ആക്കണം അല്ലെ? അപ്പൊ ഒരേ പൊതുവായ സവിശേഷത ഉള്ളതിനെല്ലാം നമ്മൾ എന്താക്കുന്നു? ക്ലാസ്സസ്, വിഭാഗങ്ങളാക്കുന്നു. നെക്സ്റ്റ് എന്തായി? അങ്ങനെ നിരവധി പൊതുവായ ആട്രിബ്യൂട്ട്സ് ചേർന്നതൊരു റിലേഷൻ ആകുന്നു, ബന്ധങ്ങളാകുന്നു ഇല്ലേ? അതിൽ നിന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾ തൊട്ട് കാണാൻ കഴിയുന്നു. അടുത്തത് വ്യവസ്ഥകൾ, അങ്ങനെ എല്ലാം കൂടി ഒരു നെറ്റ്വർക്ക് പോലെ ആകുന്നു അല്ലെ? സിസ്റ്റം ആകുന്നു. പിന്നീട് എന്താണ്? ഇങ്ങനെ കിട്ടിയ ഈ അറിവുകളെ എല്ലാം തന്നെ, ഇതെല്ലാം എന്താണ്? നോളജുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ? അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നാളെ എന്ത് വരാം? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം. പരിണിത രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള മാനസിക പ്രക്രിയകളിലൂടെയൊക്കെ നമ്മൾ കൈവരിച്ചിരിക്കുന്ന ഈ ഒരു അറിവെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സൂചനകളാകാം ഇല്ലേ? ഇംപ്ലിക്കേഷൻസ് ആയിരിക്കാം. നാളെ അതിന് മാറ്റം വരാമല്ലോ. എന്താണ് ഇപ്പോ നമുക്ക് കിട്ടിയ എല്ലാ അറിവും അത് കറക്റ്റ് ആവണോ നിർബന്ധമൊന്നുമില്ല അല്ലേ? ഇപ്പൊ തന്നെ എക്സാമ്പിൾ ആയിട്ട് വാക്സിൻ, കോവിഡിന്റെ ഒരു വാക്സിൻ എടുത്തത് കൊണ്ടാണ് ഇപ്പം ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്ന ആ കാലത്തിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നത് എന്നുള്ളത് ഒരു സൂചന പറയുന്നതേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് ആധികാരികതയൊന്നുമില്ല അല്ലേ? നാളെ അതിന് മാറ്റം വരാം, കണ്ടുപിടിക്കാം, എന്താണ് കാരണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോ അതിന് നാളെ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോ ഇതാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ എന്നുള്ള ഒരു ഇതില് വരുന്നത്. അപ്പോ ഇത്രയുമാണ് നമ്മുടെ JP ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയിലെ 3 തലങ്ങൾ, അവയുടെ തരംതിരിവ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ രൂപം, ശ്രവ്യം, പ്രതീകം, ഈ 3 ഓപ്ഷൻസും തന്നിട്ട് ഒന്നെങ്കിൽ ഈ ഉൽപ്പന്നത്തിനകത്തെ ബന്ധങ്ങളായിരിക്കും അടുത്തൊരു ഓപ്ഷൻ ഇടുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്താണ്? ഓരോന്നിന്റെയും അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഈ മേഖലയിൽ നിന്ന് നമുക്ക് മുറയ്ക്ക് അങ്ങനെയാണ് വരാറുള്ളത്. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് എല്ലാം ഓരോന്നിലും ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇദ്ദേഹം ഈ ത്രിമാന രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നോക്കുക, പ്രവർത്തനങ്ങൾക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 സബ് ഡിവിഷൻസ് ഉണ്ട്. ഇനി ഇതിനകത്തോ 5 എണ്ണമാണുള്ളത്. ഇവിടെയും 6, പ്രോഡക്ട്സിനകത്തും 6 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ മാക്സിമം നമ്പർ ഓഫ് ഇന്റലക്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഗിൽഫോർഡ് പറഞ്ഞേക്കുന്നത്? ഈ 6 × 5 × 6 = 180 ഇന്റലക്ട് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? JP ഗിൽഫോർഡ് പറയുന്നത്. ഒരു വ്യക്തിയില് 180 തരം ബുദ്ധികളാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിലൂടെ, ബുദ്ധി മാതൃകയിലൂടെ JP ഗിൽഫോർഡ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് JP ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃക എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗത്ത് നിന്ന് പിന്നെ നമുക്ക് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് ഇപ്പൊ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കാനാണെങ്കിൽ ഈ നിലനിർത്തൽ സ്മൃതി, അനുബന്ധ സ്മൃതിയാണ്. ഓക്കെ, അനുബന്ധ സ്മൃതി ഇത് ചേർത്ത് പറയുമ്പോ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് മെമ്മറി എന്നുള്ള ഇത് വെച്ചെടുക്കാം അല്ലെ? ഓർമ്മയാണല്ലോ സ്മൃതി. ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് ഇപ്പൊ സിംബോളിക് ഓക്കെ, പ്രതീകം സിംബോളിക് എന്നുള്ളതിന്റെ S, അപ്പൊ M അടുത്ത എന്തായി? S. ഇനി ഇവിടെ നോക്കുക, പരിണിത രൂപങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ
ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇതിലെ ടി എടുത്തു. ഇത് ചോദ്യം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് PSC ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്താണ് MST, മെമ്മറി സിംബോളിക് ട്രാൻസ്ഫർമേഷൻ? ഇത് ആരുടെ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പൊ ഇത്രയും ഡീപ്പായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. മെമ്മറി സിംബോളിക് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇത് ആരുമായി ബന്ധപ്പെട്ടാണ്? പിന്നെ ആ ചോദ്യത്തിൽ അവരൊരു ഹിന്റും കൂടെ തന്നിട്ടുണ്ട്, എന്താണ്? ബുദ്ധിയുമായി ബന്ധപ്പെട്ട ആരുടേതാണ്, ആരുടെ സിദ്ധാന്തമാണെന്ന്. അപ്പൊ ഇന്റലക്റ്റുമായി ബന്ധപ്പെട്ടതാണെന്നും അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കണം ആരുടേതാണ്? JP ഗിൽഫോർഡിൻ്റെതാണ്. JP ഗിൽഫോർഡിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ത്രിമുഖ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് പറയാൻ കഴിയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ഇതിപ്പോ MST ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതുപോലെ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഓരോന്നിലെയും 3 വീതം ഇട്ടൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് എങ്ങനെയൊക്കെ ആ മേഖലകളിൽ നിന്ന് ചോദ്യം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ഈ MST എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഇതിനകത്ത് 3 ഓപ്ഷൻസ് തരിക, ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഉൾപ്പെടാത്തത് ഏത്, അതല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചു തരാം. പിന്നെന്താണ്? ബുദ്ധിമാതൃക ആവിഷ്കരിച്ചതാരെന്ന് ചോദിക്കാം. ഇനി ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് ഗിൽഫോർഡ് ബുദ്ധിമാതൃക ആവിഷ്കരിച്ചതെന്ന് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗിൽഫോർഡിന്റെ ബുദ്ധിമാതൃക എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന കേട്ടിട്ട് എക്സാമിന് ഇതിനകത്തു നിന്നൊക്കെ എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.